യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ദൈവം മറിയത്തെ മൂലഭാവമില്ലാതെ തന്നെ രൂപപ്പെടുത്തിയെന്ന മഹത്തായ വിശ്വാസത്തിൻ്റെ ആഘോഷം. ഇതൊരു വിശ്വാസ രഹസ്യമാണ്. മനുഷ്യചരിത്രത്തിൽ ദൈവം ഇടപെട്ട് രക്ഷയുടെ ദൗത്യത്തിന് ഉദയം കൊടുക്കുന്ന നിമിഷം. ആദിമാനവരുടെ വീഴ്ചയ്ക്ക് പിന്നാലെ തന്നെ ദൈവം പ്രഖ്യാപിച്ച വാഗ്ദാനം, സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തലയെ തകർത്ത് ജയിക്കും എന്ന്. ഇന്നത് നാം പരിശുദ്ധ കന്യകാമറിയത്തിൽ സഫലമാകുന്നത് കാണുന്നു. ദൈവം തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് വരുന്ന വഴി പരിശുദ്ധവും പാപമില്ലാത്തതുമായിരിക്കാനായി തുടക്കം മുതൽ തന്നെ മറിയത്തെ പരിശുദ്ധയാക്കി. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ നിറവേറട്ടെ എന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മറുപടി വിശ്വാസത്തിൻ്റെ ഉന്നത പ്രഖ്യാപനമാണ്, സമർപ്പണത്തിൻ്റെ മാതൃകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പദ്ധതികൾ ഒരുക്കുമ്പോൾ അതേ എന്ന് മറുപടി പറയുവാൻ നമുക്കും സാധിക്കണം. പരിശുദ്ധ മറിയത്തെപ്പോലെ ദൈവകൃപയെ ആശ്രയിച്ചുകൊണ്ട് പാപത്തെ അതിജീവിക്കുവാനും ഹൃദയത്തെ ശുദ്ധമാക്കി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് തുറന്നു കൊടുക്കുവാനും നമുക്കും സാധിക്കണം. പരിശുദ്ധ കന്യകാമറിയത്തെപ്പോലെ പാപരഹിതരാകാൻ നമുക്കാവില്ല എങ്കിലും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടാൽ ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിലൂടെ ലോകത്തിലേക്ക് പരത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അമലോത്ഭവ മാതാവിൻ്റെ ഈ തിരുനാൾ നമ്മോട് പറയുന്നത്, ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുക, പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധിയിൽ വളരുക എന്നാണ്. പരിശുദ്ധ ദൈവമാതാവേ, അമലോത്ഭവ മാതാവേ, പാപമില്ലാതെ ഉദിച്ചവളെ, നിന്റെ അമലോത്ഭവ തിരുനാളിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സും ഹൃദയവും ശുദ്ധീകരിച്ചു തരണമേ. യേശുവിനെ കൂടുതൽ സ്നേഹിക്കാൻ, പാപത്തിൽ നിന്ന് വിട്ട് നിൽക്കുവാൻ, വിശുദ്ധതയുടെ വഴിയിൽ നടക്കാൻ ഞങ്ങളെ നയിക്കണമേ. നിർമ്മല ഗർഭധാരണത്തിൻ്റെ അമ്മേ, ദൈവത്തിൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് സമ്മാനിച്ച നിന്റെ വിശ്വാസവും ശുദ്ധിയും ഞങ്ങളുടെ ആത്മീയ യാത്രയെ പ്രകാശിപ്പിക്കട്ടെ. ഈ നോമ്പുകാലത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും നിറഞ്ഞൊഴുകട്ടെ. ദൈവകൃപയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ വെളിച്ചം ലോകത്തിന് പകരുവാൻ അമലോത്ഭവ മാതാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.